ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കിടിലനായിട്ടുള്ളൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമ്മളെല്ലായിടത്തും കാണുന്ന ഒന്നാണ്. ഇതിൻ്റെ പേരാണ് കൊങ്ങിണിപ്പൂവ്, അരിപ്പൂവ്, കിങ്ങിണിപ്പൂവ് എന്നൊക്കെയാണ് കേട്ടോ ഇതിനെ പറയുക. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയുള്ള പൂക്കളുള്ളതാണിത്. അപ്പോൾ ഇതിനെ ലന്താന എന്നും പറയാറുണ്ട്. ലന്താന എന്നത് ഏകദേശം 150ഓളം സപുഷ്പികളായ സ്പീഷീസുകൾ ഉൾപ്പെടുന്ന വെർബനേസി കുടുംബത്തിലെ ജനുസാണ്. ഇതിൽ ഉൾപ്പെടുന്ന സസ്യങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും കാണപ്പെടുന്നു. മിക്കവാറും എല്ലാ സാഹചര്യങ്ങളിലും ഇവ വളരുന്നു. അതേപോലെ തന്നെ രൂക്ഷമായ ഗന്ധമാണ് ഇതിൻ്റെ ഇലകൾക്കുള്ളത്. അതുപോലെ തന്നെ ഇത് ചുവപ്പ്, പിങ്ക് നിറങ്ങളോട് കൂടിയ പൂക്കളോട് കൂടിയ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. വെള്ള, മഞ്ഞ, നീല നിറങ്ങളോട് കൂടിയതും ഉദ്യാന ജാതികളുണ്ട്. ഇവ പച്ചില വളമായിട്ടൊക്കെ ഉപയോഗിച്ചു വരുന്നു. ഇവയുടെ പുഷ്പങ്ങളിൽ ധാരാളം തേനുള്ളത് കൊണ്ട് തന്നെ ധാരാളം പൂമ്പാറ്റകളും വണ്ടും തേനീച്ചകളും എല്ലാം ഇവയെ ആകർഷിക്കാൻ വേണ്ടി എത്തുന്നു. ഇത് ഷഡ്പദങ്ങൾ വഴിയാണ് പരാഗണം നടത്തുന്നത്. ഇന്ത്യയിലടക്കം പല രാജ്യങ്ങളിലും ഒരു അധിനിവേശ ചെടിയായാണ് ഇതിനെ കണക്കാക്കുന്നത്. തണുപ്പ് കൂടിയ പ്രദേശങ്ങളിലാണെങ്കിൽ ഇത് തഴച്ച് വളരും. 4 ഇതളുകളുള്ള അനേകം പൂക്കൾ ഒരുമിച്ച് ചേരുന്നതാണ് ഇതിൻ്റെ പൂവ്. ചുവപ്പ്, മഞ്ഞ, വെള്ള, പിങ്ക്, ഓറഞ്ച് എന്നിങ്ങനെ പല നിറത്തിൽ പൂക്കൾ കാണാം. പരാഗണത്തിന് ശേഷം പൂക്കളുടെ നിറം മാറുന്നു. ഇതിൻ്റെ ഇലകൾ ഞെരിക്കുമ്പോൾ നല്ല ശക്തമായ ഒരു ഗന്ധം വരും. ഉരുണ്ട ഫലങ്ങൾ മൂപ്പെത്തുമ്പോൾ പച്ചയിൽ നിന്നും കടും പർപ്പിൾ നിറമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതിൽ പാകമായ കായകൾ കിളികളും മറ്റ് ജീവികളും ഭക്ഷിക്കുകയും ദൂരപ്രദേശങ്ങളിൽ എത്തിച്ചിട്ട് വ്യാപനത്തിന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണിത്. രോഗാണുനാശകവും കുമിൾ നാശകവും കീടനാശകവുമായ ഗുണങ്ങൾ അരിപ്പൂച്ചെടിക്കുള്ളതായി ഇന്ത്യയിൽ നടന്ന പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പൂന്തോട്ടങ്ങളിലൊക്കെ അലങ്കാരമായിട്ട് ഇത് ഉപയോഗിക്കുന്നു. വെള്ളമില്ലാതെ കൂടുതൽ കാലം ഇത് നിലനിൽക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. കീടബാധയില്ല എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് പൂമ്പാറ്റകളെ ആകർഷിക്കുന്നതിനാൽ തന്നെ ഫ്ലോറിഡയിലെ ബട്ടർഫ്ലൈ ഗാർഡനുകളിൽ ഇത് നട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഗുണങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ ഒരു ചെടി. നമ്മൾ പൂന്തോട്ടങ്ങളിലൊക്കെ നമുക്ക് ഡെക്കറേറ്റീവ് ഫ്ലവറായിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. ഒരുപാട് കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡിലൊക്കെ നമ്മൾ ഏത് കാലാവസ്ഥയിലും വളരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ.